മാസം ഈശോ ഒരു പ്രത്യേക പ്രൊഫറ്റിക്കൽ മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നൽകിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മന്ത് ഓഫ് ഗ്രേറ്റ് ഫേവർ ആൻഡ് അപ്പോയിൻറ്റഡ് ടൈം. കർത്താവ് നിന്നെ ഉയർത്തുന്നതിന് വേണ്ടി, നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അപ്പോയിൻറ്റഡ് ആക്കിയ ഒരു സമയമാണിത്. മാത്രമല്ല, കർത്താവിൻ്റെ പ്രത്യേക ഫേവറുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരാൾക്ക് വേണ്ടി ഫേവർ ചെയ്യുന്നു, ഉപകാരങ്ങൾ, പ്രത്യേക ഉപകാരങ്ങൾ നമ്മൾ ലൈഫ് ലോങ് ഓർക്കുന്നതിനും സ്മരിക്കുന്നതിനുമൊക്കെ ആയിട്ട് ദൈവം അത് പല വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു മാസക്കാലം ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജ് എനിക്ക് നമ്മൾക്കായിട്ട് ഇന്ന് ഈ വീഡിയോ ബ്ലോഗിങ്, ഈ പ്രയർ വീഡിയോസ് കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടി കർത്താവ് നൽകുകയാണ്. ഇന്ന് പ്രാർത്ഥനയ്ക്കിടയിൽ ഈശോ എന്നോട് പ്രത്യേകമായി പറഞ്ഞ് ജോസഫിനെ അപ്പോയിൻ്റ് ചെയ്തതുപോലെ, ഉയർത്തിയതുപോലെ ഫേവറുകൾ നൽകി ദൈവം നമ്മളെ ഉയർത്തുന്നു. യെസ്, നമ്മുടെ നിൻ്റെ വെയിറ്റിംഗ് പീരീഡ് തീരാറായിരിക്കുന്നു. ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈം കടന്നു വന്നിരിക്കുകയാണ്. പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെതിരെ ഒരു വലിയ അക്യൂസേഷൻ ഉയർത്തി. അതിൻ്റെ ഫലമായിട്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെ, തകർച്ചയുടെ നാളുകളിലൂടെ ജോസഫ് കടന്നുപോയൊരു സമയങ്ങളുണ്ടായിരുന്നു, മാസങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി. പക്ഷെ അതിൻ്റെ എല്ലാം അവസാനം ജോസഫിനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കി ദൈവം ഉയർത്തിയ ആ ഒരു അപ്പോയിൻറ്റഡ് ടൈം, യെസ്, ആ ഒരു അപ്പോയിൻറ്റഡ് സീസൺ ജോസഫിനെ ഉയർത്തിയതുപോലെ നിൻ്റെയും എൻ്റെയും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അപ്പോയിൻറ്റഡ് ടൈം യേശു പ്രോഫസിയായിട്ട് നമ്മളെ നോക്കി കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ശബ്ദം കടന്നു വരികയാണ്. ആ പ്രൊഫറ്റിക്കൽ ടൈം ആയിരിക്കുന്നു. ഈ ജൂൺ മാസം പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ജൂൺ മാസം നമുക്ക് കാലവർഷമാണെന്ന് പറയുന്നത് അല്ലേ? മഴ ഒത്തിരി കിട്ടുന്നൊരു മാസമാണ് ജൂൺ മുതൽ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക മഴ ഇന്ന് ജൂൺ മാസം 1-ാം തീയതി ഈ ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുന്നു. ആ അഭിഷേകത്തിലൂടെ ദൈവം നിന്നെ ഉയർത്തുന്നു. ദൈവം നിന്നെ ആ അനുഗ്രഹത്തിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുന്നു. ദൈവം ആ ഫേവർ, ആ ഉപകാരങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന തരത്തിൽ, ഓർക്കുന്ന തരത്തിൽ, വ്യക്തികളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ അവിടുത്തെ കൃപ നമ്മളെ പൊതിഞ്ഞു പിടിക്കും. ഇസ്രായേൽ ജനം വരണ്ട ഭൂമിയിലൂടെ വാഗ്ദത്ത ദേശത്തിലേക്ക് ചെങ്കടൽ പിളർത്തി ദൈവം വരണ്ട ഭൂമി ഒരുക്കിയതുപോലെ അത്ഭുതകരമായ ചില വഴികളെ ദൈവം തുറക്കുന്നു. എന്നാൽ ഇതേ പ്രതിസന്ധിയിലൂടെ വേറെ ആൾക്കാർ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഫറവോൻ്റെ സൈന്യം അന്ന് വരണ്ട ഭൂമിയിലൂടെ കടക്കാൻ നോക്കിയപ്പോൾ നടന്നോ? ഇല്ല, അവരെ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. എന്നാൽ നിന്നെ ചില പ്രതിസന്ധികൾ ദൈവം പുറത്തു കൊണ്ടുവരും. നിനക്ക് വേണ്ടി ആ ഉപകാരം, ദൈവത്തിൻ്റെ ആ ഫേവറിൻ്റെ ഈ ക്ലോത്ത് അസ് വിത്ത് ഹിസ് ഫേവർ. കാരണം എന്താണെന്നറിയോ? നമ്മൾ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ബിലവഡാണ്. അവൻ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരും. ശദ്രക് മേശക് അബേദ്നെഗോ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ആ 3 ബാലകന്മാരുടെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ആ സിംഹത്തിന് വാ പൂട്ടിക്കൊണ്ട് ദൈവമഹത്വം ആ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി വന്നു നിന്നു. ഇന്ന് അതേ ദൈവമഹത്വം പത്രോസിനെ ജയിലറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആ ദൂതനെ വിട്ട് ദൈവം പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ജീവിതത്തിലെ ചില ദുർഘട അവസ്ഥകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, യെസ്, ഈ ജൂൺ മാസം ഇറ്റ്സ് ആൻ അപ്പോയിൻറ്റഡ് ടൈം ഓഫ് ഗോഡ്സ് ഫേവർ ആൻഡ് ബ്ലെസ്സിങ്സ്. അപ്പോയിൻറ്റഡ് ടൈം. ജോസഫ് ഭരണാധികാരിയായി ഇരിക്കേണ്ട ഒരു അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. ആ ഒരു സീസൺ നിൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. പ്രോഫസി ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ ആ ഉയർച്ചയെ. കർത്താവിൻ്റെ വചനമാണ്, നിങ്ങൾ വാലല്ല തലയായിത്തീരും. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിലൂടെയുള്ള വിജയം ഈ ജൂൺ മാസം 1-ാം തീയതി മുതൽ എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലേക്കും ആ ശക്തി ഇതാ കടന്നു വരുന്നു. നമ്മൾ ചെയ്യുന്ന സകല ഉദ്യമങ്ങളെ ദൈവം തൻ്റെ ശക്തിയിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ അവിടുന്ന് ആശീർവദിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരല്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈശോ ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കുകയാണ്, കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ആ തിരിച്ചറിവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, സഹായിക്കുവാനായി ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവൻ ദൈവം ഇന്ന് നമ്മളെ ബലപ്പെടുത്തുന്നു. ആ അപ്പോയിൻറ്റഡ് ടൈമിലേക്ക് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധാത്മാവ് ഭേദിക്കുന്നു. എല്ലാ ബന്ധനങ്ങളെയും പരിശുദ്ധാത്മാവ് അഴിക്കുന്നു. ഈ ദിവസങ്ങളിൽ, നാളുകൾ കടന്നുപോയ സകല സഹനങ്ങളും നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാക്കി പരിശുദ്ധാത്മാവ് കൺവേർട്ട് ചെയ്യുന്നു. റോമാലേഖനം 8-ാം അധ്യായം ഇന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ, ഈ വീഡിയോ കാണുന്നതിന് മുൻപ് വരെ കുറേ കാര്യങ്ങളോട് വിഷമിച്ചിരിക്കുമായിരിക്കും അല്ലേ? എന്നാൽ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ നിനക്ക് ഉത്തരം നൽകുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ നെടുവീർപ്പുകൾ ആത്മാവ് അറിയുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചില സമയത്ത് അറിയാമല്ലോ, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. എന്നിട്ട് 8-ന്റെ
അതിൻ്റെ 28 വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി അവിടുന്ന് പരിണമിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. കഴിഞ്ഞ മാസങ്ങൾ കടന്നുപോയ സകലതും, മാർച്ച്, ഏപ്രിൽ, മെയ് കടന്നുപോയ സകല സഹനങ്ങളും ഈ ജൂൺ മാസത്തിലെ ഈ ഉയർച്ചയ്ക്ക് കാരണമായി തീരും. അത് പ്രൊഫസൈ ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. ബ്ലസ് യു, ബ്ലസ് യു, ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.